ഇടുക്കിയിൽ ഇന്നലെ രാത്രിയിൽ പെയ്ത അതിശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. കുമളിയിൽ പെയ്ത അതിശക്തമായ മഴയിൽ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. നീരൊഴുക്ക് കൂടിയതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി. മഴ ശക്തമായതോടെ കയ്യിലൊതുങ്ങുന്ന സാധനങ്ങളുമായി സ്വന്തം വീടുകളിൽ നിന്ന് ദിവസവും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ട അവസ്ഥയിലാണ് ആളുകൾ. ഇന്നലെ രാത്രി 9 മണി മുതൽ 12 മണി വരെ പെയ്ത മഴയിലാണ് കുമളിയിൽ വെള്ളം പൊങ്ങിയത്. മിനിങ്ങാന്ന് വൈകിട്ട് കയറിയിട്ട് ഇന്നലെ എല്ലാം തൂത്തുവാരി എല്ലാം കഴുകിപ്പറക്കിയൊക്കെ ഇട്ടതാ. അന്നേരം തന്നെ ഇന്നലെ 9:30 മഴ പെയ്ത് കയറിയേക്കുന്നത്. കുമളി 1-ാം മൈലിന് സമീപമുണ്ടായ ഉരുൾപൊട്ടലാണ് മലവെള്ളപ്പാച്ചിലിന് കാരണം. കുമളി ആനവിലാസം റോഡിൽ പല സ്ഥലത്തും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിലെ മൺകൂനയിൽ ബൈക്കിടിച്ചു കയറി വെള്ളാരംകുന്ന് സ്വദേശി തങ്കച്ചൻ മരിച്ചു. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയതോടെ പെരിയാറിന്റെ തീരത്തെ വീടുകളിൽ വെള്ളം കയറി. ഡാം തുറക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കയറുന്ന കറുപ്പാല ഏരിയയിലെ ഈ കടശിക്കാട് ആറ്റോരമാണ് ഇത്. പിള്ളേരെ കൊണ്ട് ഇഞ്ചിക്കാട്ടി വിട്ടിരിക്കുക. ഞങ്ങള് ഒന്നും വയ്യാത്ത ഇതാ. രാത്രിയൊന്നും ഒരു പൊട്ടം ഇറങ്ങിയിട്ടില്ല. ഞങ്ങള് സാധനങ്ങളെല്ലാം എടുത്ത് റോഡിലോട്ട് കയറ്റിയിടും. ഇല്ലേ എല്ലാം കെട്ടി മേളി പൊക്കി എടുത്ത് വെക്കും. ഏത് സാഹചര്യത്തെ നേരിടാൻ സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇപ്പോഴത്തെ നിലയിൽ എല്ലാം അണ്ടർ കൺട്രോളാണ്. ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഉൾപ്പെടെ തുറക്കുന്നതുൾപ്പെടെ ഡാമുകൾ തുറക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇതിനിടെ കൂട്ടാർ ടൗണിലെ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയ ട്രാവലർ കരക്കടുപ്പിച്ചു. വാഹനം പൂർണ്ണമായും തകർന്നു. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.